രണ്ടാം ഭാഗം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിലെ കണ്ണവും വനവും ശ്രദ്ധേയമാവുകയാണ്. സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ സംവിധായകൻ എസ് രാജമൌലിയും സംഘവും രണ്ടാഴ്ചയിലധികം കണ്ണവും വനത്തിൽ ചെലവഴിച്ചു. കണ്ണവും വനത്തിലെ ബാഹുബലി സിനിമാ ചിത്രീകരണത്തിന്റെ വിശേഷങ്ങളുമായി അഭിലാഷ് പി ജോൺ. ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി ഇന്ന് പ്രദർശനത്തിനെത്തുന്നു. ലോകം മുഴുവൻ കാത്തിരുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും യുവാക്കളും യുവതികളുമെല്ലാം ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ബാഹുബലി കൺക്ലൂഷനു വേണ്ടി വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോഴൊക്കെ ലോകം കാത്തിരിക്കുമ്പോഴും ഈ ചിത്രം പ്രദർശനത്തെത്തുമ്പോൾ കേരളത്തിന്, കണ്ണൂരിന്, ഈ കണ്ണവും വനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചിത്രത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ശ്രദ്ധേയമായ ഗാന സംവിധാനം അടക്കം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കണ്ണവും വനമേഖലയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഈ വനത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഈ ചിത്രത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഇവിടുത്തെ റേഞ്ച് ഓഫീസറുടെ കൂടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു അന്തരീക്ഷം ഇവിടുത്തെ? അന്തരീക്ഷം ഇതിനേക്കാൾ കുറച്ചുകൂടെ പച്ചപ്പുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയ്ക്കുള്ള സമയത്തായിരുന്നു. ഇത്രയും വരൾച്ച ഒരു ഫെബ്രുവരി തുടക്കത്തിലായിരുന്നു. ഇവിടെ ഒരു 10-25 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയുള്ള പെർമിഷൻ എടുത്തപ്പോൾ ഞാൻ സിനിമയുടെ ഒരു വലിയ ഭാഗം ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കരുതിയിരുന്നത്. പക്ഷെ അതിന് പകരം എനിക്ക് തോന്നുന്നു 10-20 ദിവസം ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടാലറിയാം വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ് ഇത്രയും ദിവസം ഒരു എഫർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മള് കുറേയധികം നിർദ്ദേശങ്ങൾ ഒരു ഫോറസ്റ്റിന് പ്രൊട്ടക്ഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവില് നിയമത്തിന്റെ ഭാഗത്തിൽ ഉണ്ടായിരുന്നു. അതായത് ലിറ്ററിങ് പാടില്ല, മലിനപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഇതൊക്കെ പാലിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ട് പോയി. ഈ എസ് രാജമൌലിയെ കണ്ണൂരിലേക്ക് എത്തിച്ച, കണ്ണവത്തേക്ക് എത്തിച്ചത് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ കൂടിയായ അരവിന്ദൻ കണ്ണൂരാണ്. ഈ പൂർണ്ണമായും ഇതിന് കൂടെ ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത്. എന്തുകൊണ്ടാണ് ഈ ബാഹുബലി ഷൂട്ടിന് വേണ്ടി ഈ കണ്ണവും തെരഞ്ഞെടുത്തത്? അവരുടെ കഥയ്ക്ക് അനുസരിച്ച് ഒരു സംഭവം അവരെ അന്വേഷിച്ചു ഇന്ത്യ മുഴുവൻ നടന്നിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അതൊരു വിഷ്വൽ എനിക്ക് അയച്ചു വന്നു. ഇതെവിടെയെങ്കിലും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിൽ ഇന്നൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാനിവിടെ വന്നു, കാട് കണ്ടു. ഓക്കെ, നേരത്തെ എനിക്ക് പരിചയമുള്ളതാണ്, ഞാൻ ഒത്തിരി പടങ്ങൾ ഇവിടെ ചെയ്തതാണ്. അപ്പൊ അതനുസരിച്ച് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞു കറക്റ്റാണ്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ഭംഗി. ഇതുപോലൊരു സംഭവം അങ്ങനെയുടെ മനസ്സിലുള്ള എന്താണോ അത് ഇവിടെ കണ്ടെത്തി. ഒരു പക്ഷേ ഇത്രയും ദിവസത്തിനിടയിൽ, ഈ ഷൂട്ടിനിടയിലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ മനസ്സിൽ സ്പർശിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റും? മനസ്സിന് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഫൈറ്റുകളാണ്. 3-4 ഫൈറ്റേഴ്സ്, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ 3-4-5 ഫൈറ്റ് മുതൽ വേൾഡിലുള്ള നമ്പർ 1 ഫൈറ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 3 ഫൈറ്റേഴ്സിന്റെ 3 ടൈപ്പ് ഫൈറ്റാണ് ഒരേ ഫ്രെയിമിലെ അങ്ങനെ പകർത്തിയെടുത്തത്. അതൊരു അസാധാരണ കഴിവല്ലോ. അതും നല്ല ആർട്ടിസ്റ്റുകളും, മിക്ക സനുഷ്ക, പ്രഭാസ്, സത്യരാജ് എന്നിവരെ വെച്ചിട്ട് 3 ആംഗിൾ 3 ടൈപ്പ് ഫൈറ്റാണ് ഒരേ സമയത്ത് ഒരേ ഫ്രെയിമിൽ. അത് ടൈമിംഗ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അതിശയപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ. ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ താമസം, ഭക്ഷണം അതൊക്കെ എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത് ഇവിടെ? അദ്ദേഹത്തിന്റെ താമസം, ഞങ്ങളിവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വലിയൊരു വീടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് എനിക്ക് ആ ഈ വീട് മതി. അവിടെയാണ് ഒരു ഡയറക്ടറും ക്യാമറമാനും അനുഷ്കയൊക്കെ അവിടെയാണ് താമസിച്ചിരുന്നത്. ബാക്കി എല്ലാവരും കണ്ണൂരിന്ന് പോയിട്ട് വരുവാണ്. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് അങ്ങനെ ഭയങ്കര നിർബന്ധമായിരുന്നു. കാടിന്റെ നിയമങ്ങൾ എന്താണോ അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് നോക്കണം. അതിനെല്ലാ ഹെൽപ്പും ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കണ്ണവും വനത്തിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ ഭംഗി എല്ലാം അതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും. അദ്ദേഹം ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കാടിന് ഒരിക്കലും ഒരു ദോഷവും വരുത്താതെ അതിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എസ് രാജമൌലി ഇതിന്റെ സംവിധാനം, ഇവിടെ ചിത്രീകരണം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങളെല്ലാം ഈ കണ്ണവും കാടിന്റെയും അതോടൊപ്പം തന്നെ ബാഹുബലിയുടെയും ഈ സിനിമയിലെ പ്രത്യേകതകൾ അനുഭവിച്ചറിയാനുള്ള മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്.